നമസ്കാരം. കൊടുമൺ പോറ്റി, മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി, രാഹുൽ സദാശിവൻ്റെ ഭ്രമയുഗത്തിലെ കഥാപാത്രം. ഇങ്ങ് കേരളം മുതൽ അങ്ങ് ഓസ്കാർ വരെ ചർച്ച ചെയ്യപ്പെട്ട കഥാപാത്രമാണ്. ഏറ്റവും ഒടുവിൽ അത് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം. ഒരൊറ്റപ്പടം, ആ ഒന്നിന് തന്നെ 10 എണ്ണത്തിൻ്റെ കനമുണ്ട്. ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനൊപ്പം പങ്കിട്ടാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം നൽകിയിരിക്കുന്നത്. മമ്മൂട്ടിക്ക് ഇത് 4ാമത്തെ ദേശീയ പുരസ്കാരമാണ്. ഇതോടെ ഏറ്റവും കൂടുതൽ തവണ മികച്ച ദേശീയ പുരസ്കാരം നേടുന്ന റെക്കോർഡിലേക്ക് മമ്മൂട്ടി എത്തി, അമിതാഭ് ബച്ചനൊപ്പം. ഇനി ഇന്ത്യയിലെ മഹാനടൻ എന്ന പട്ടികയിൽ പുരസ്കാരങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇതാ മമ്മൂട്ടി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. ദേശീയ പുരസ്കാരത്തിൻ്റെ ആ പട്ടിക നോക്കിയാൽ അമിതാഭ് ബച്ചനും മമ്മൂട്ടിയും കഴിഞ്ഞാൽ കമലഹാസൻ, അജയ് ദേവ്ഗൺ, നസറുദ്ദീൻ ഷാ എന്നിവർക്ക് 3 തവണ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നാലെ 2 തവണ ലഭിച്ചവരിൽ മിഥുൻ ചക്രവർത്തി, മോഹൻലാൽ തുടങ്ങിയവരുടെ നീണ്ട നിരയുണ്ട്. മമ്മൂട്ടിയുടെ അവാർഡ് യാത്ര അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിലൂടെ ഒരു സഞ്ചാരം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണ 2024 കേരള സംസ്ഥാന പുരസ്കാര നേട്ടത്തോടൊപ്പം 7ാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഇതേ ഭ്രമയുഗത്തിൽ മമ്മൂട്ടി നേടി മറ്റൊരു റെക്കോർഡും എഴുതി ചേർത്തിരുന്നു. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സംസ്ഥാന പുരസ്കാരത്തിൻ്റെ വിശദാംശം നോക്കാം. മമ്മൂട്ടിയുടെ നേട്ടം നമ്മളെ അത്ഭുതപ്പെടുത്തും. നേരത്തെ മോഹൻലാലിനൊപ്പം 6 തവണ എന്ന നേട്ടത്തിലായിരുന്നു മമ്മൂട്ടി. എന്നാൽ ഇപ്പോഴത് 7ആയി. അതിന് പിന്നാലെയുള്ളവരിൽ 4 തവണ വീതം പുരസ്കാരം നേടിയ മുരളിയും ഭരത് ഗോപിയുമുണ്ട്. പിന്നാലെ പൃഥ്വിരാജും നെടുമുടി വേണുവും 3 തവണ വീതം നേടിയവരുടെ പട്ടികയിലുണ്ട്. സത്യൻ, അടൂർ ഭാസി, തിലകൻ, ലാൽ, ജയസൂര്യ ഇങ്ങനെ 2 തവണ വീതം നേടിയ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ പട്ടിക വേറെയുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ 7 മികച്ച നടനുള്ള പുരസ്കാരം 7 തവണ നേടിയത് കൂടാതെ 3 സംസ്ഥാന പുരസ്കാരം മറ്റു നിലയിലുമുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ 2023 കാതൽ എന്ന ചിത്രത്തിന് നിർമ്മാതാവ് എന്ന നിലയിലുള്ള പുരസ്കാരം മമ്മൂട്ടി കമ്പനി നേടിയതാണ് വ്യത്യസ്തമായത്. ഒപ്പം 81 32ാമത്തെ വയസ്സിൽ ആദ്യത്തെ പുരസ്കാരം, അതായത് അഹിംസയിലെ അഭിനയത്തിന് സഹനടൻ എന്ന നിലയിലുള്ള പുരസ്കാരം. അന്ന് നെടുമുടി വേണുവായിരുന്നു മികച്ച നടൻ. മറ്റൊന്ന് പ്രത്യേക ജൂറി പുരസ്കാരം, അത് നേടിയത് 85ലാണ്. അന്ന് വെറും 34കാരനായിരുന്നു മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. യാത്ര, നിറക്കൂട്ട്, ഈ ചിത്രങ്ങളുടെ ഇത് മികവ് പരിഗണിച്ചാണ് അന്ന് ആ അവാർഡ് കൊടുത്തത്. ഇത്രയും മികച്ച കഥാപാത്രങ്ങളുണ്ടായിട്ടും ജൂറിയുടെ പ്രത്യേക പരാമർശമായിരുന്നു മമ്മൂട്ടിക്ക് ലഭിച്ചത്. എന്തുകൊണ്ടാണ് എന്ന് ഉത്തരം അന്നത്തെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയ ആൾ തന്നെ പറയും. അന്ന് മമ്മൂട്ടിക്ക് മുന്നിൽ മറ്റൊരു മഹാനടൻ്റെ പ്രകടനമുണ്ടായിരുന്നു. അത് സാക്ഷാൽ ഭരത് ഗോപിയായിരുന്നു. ആ വർഷം ചിദംബരം എന്ന അരവിന്ദൻ ചിത്രത്തിലെ അഭിനയത്തിന് ഭരത് ഗോപിക്കായിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം. എന്നാൽ മമ്മൂട്ടിക്ക് യാത്രയിലെ ഉണ്ണികൃഷ്ണനെ പോലെ, നിറക്കൂട്ടിലെ രവിവർമ്മയെ പോലെ ഒക്കെയുള്ള കഥാപാത്രങ്ങൾ ഇനി എപ്പോൾ കിട്ടും, ഇതോടെ തീരൂലേ, എനിക്ക് ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ കിട്ടും എന്നൊക്കെ ചിന്തിച്ചവർ ആ കാലത്ത് ഉണ്ടാകും. പക്ഷെ പ്രതിഭയും കാലവും അതിനെയൊക്കെ മറികടന്നു. ഭ്രമയുഗത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വരെ നീണ്ടിട്ടും ഇനിയും തുടരും എന്ന പ്രഖ്യാപനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് അങ്ങ് ഇന്ത്യൻ തലസ്ഥാനത്ത് മമ്മൂട്ടിയുടെ മുഖം. ഇനി സംസ്ഥാന പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയ കഥാപാത്രങ്ങളെയും വർഷങ്ങളും ഒന്ന് നോക്കിയാലോ. 1984ലാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത്. സിനിമ അടിയൊഴുക്കുകൾ, MTയുടെ കരുണനെ അവിസ്മരണീയമാക്കിയ അഭിനയ മികവ്. മോഹൻലാലിൻ്റെ ഗോപി എന്ന കഥാപാത്രത്തിനൊപ്പം ഒരേ സിനിമയിൽ ലാലും മമ്മൂട്ടിയുമുണ്ട് എത്തിയ കരുണനാണ്. അങ്ങനെ മികവ് മാറ്റുരച്ചു നോക്കിയ കരുണനാണ്. 1951ലാണ് മമ്മൂട്ടി ജനിച്ചത്. അതുപ്രകാരം ആദ്യ സംസ്ഥാന പുരസ്കാരം ലഭിക്കുമ്പോൾ 34 വയസ്സ്. ഒരുപക്ഷെ മോഹൻലാലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 8 വർഷം പിന്നിലായിരുന്നു. മോഹൻലാലിന് മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് TP ബാലഗോപാലൻ MAക്ക് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് 26 വയസ്സായിരുന്നു. സിനിമയിലേക്കുള്ള വരവും സജീവമായ കാലവുമൊക്കെ ഇതേ അനുപാതത്തിലായിരുന്നു. എന്നാൽ പിന്നീട് അവർ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ് ചെയ്തത്. മമ്മൂട്ടി ഓടിപ്പിടിച്ചു മോഹൻലാലിനൊപ്പം. അഭിനേതാവ് എന്ന നിലയിൽ എല്ലാ ഉയരങ്ങളും കീഴടക്കും വിധം അയാളുടെ നടൻ ആർത്തിയോടെ അലഞ്ഞു. 84 ശേഷം മികച്ച കഥാപാത്രങ്ങളിലൂടെ മമ്മൂട്ടി ഒരു ജൈത്രയാത്രയിൽ ഏർപ്പെട്ടു. പിന്നീട് 89 5 വർഷത്തിന് ശേഷം 2ാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുമ്പോൾ പുരസ്കാരത്തിനുള്ള സിനിമയുടെ പട്ടിക നോക്കിയാൽ നിങ്ങൾ വീണ്ടും അതിശയിക്കും. 3 സിനിമകൾ, അത് 3 വർഷമായി എത്തിയിരുന്നെങ്കിൽ 3 പുരസ്കാരം കിട്ടുമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന അമ്മാതിരി കഥാപാത്രങ്ങളാണ്. അത്രമാത്രം മികവുള്ള 3 എണ്ണം. ഒന്നേതാണെന്നറിയോ? MTയുടെ വടക്കൻ വീരഗാഥ, 2 ലോഹിതദാസിൻ്റെ മൃഗയ വാറുണ്ണി, 3 അടൂരിൻ്റെ മതിലുകളിലെ ബഷീർ. എല്ലാം കൂടി ഒറ്റ വർഷത്തേക്ക് ഒതുങ്ങി. അത് കഴിഞ്ഞ് 3ാമത് പുരസ്കാരം നേടിയത് 5 വർഷം കഴിഞ്ഞ് 94. അന്ന് അവാർഡിൽ പരിഗണിച്ച സിനിമ ഏതൊക്കെയാണെന്നറിയോ? 3 എണ്ണം ഉണ്ട്. 1 അടൂരിൻ്റെ വിധേയനിലെ ഭാസ്കര പട്ടേലർ, 2 TV ചന്ദ്രൻ്റെ പൊന്തൻ മാടയിലെ മാട, 3 ലോഹിദാസിൻ്റെ വാത്സല്യത്തിലെ മേലെടുത്ത് രാഘവൻ നായർ. എന്താ അല്ലേ, ഒറ്റ കൊല്ലത്തെ അവാർഡ് പട്ടികയിൽ വന്ന കഥാപാത്രങ്ങളാണ്. അതിൽ വരാത്തതിൻ്റെ പേര് കൂടി നോക്കിയാൽ തല ചുറ്റും. 4ാമത്തെ പുരസ്കാരം 2004 ബ്ലസ്സിയുടെ ആദ്യ ചിത്രം കാഴ്ചയിലെ മാധവന്. 5ാമത്തേത് 2009 പലേരി മാണിക്യം, രഞ്ജിത്തിൻ്റെ പടം. പലേരി മാണിക്യം സിനിമ ഒന്നാണെങ്കിലും പ്രകടനം 3ആണ്. ഹരിദാസ്, മുരിക്കിൻ കുന്നത്ത് അഹമ്മദ് ഹാജി, ഖാലിദ് അഹമ്മദ്, ക്രൂരനായ വില്ലനും സ്കോളറായ ആധുനിക നായകനും, അതിനിടയിൽ കുറുക്കൻ ബുദ്ധിയുള്ള നിഗൂഢ മനുഷ്യനും. ഇങ്ങനെ 3 വേഷങ്ങളിൽ എല്ലാമായി പകർന്നാടിയ
കഥാപാത്രങ്ങൾ. അഞ്ചാമത്തേത് 2022 നൻപകൽ നേരത്ത് മയക്കം. എസ് ഹരീഷിന്റെ തിരക്കഥയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ സിനിമാനുഭവത്തിൽ ജെയിംസായും സുന്ദരമായും തകർത്താടിയതിന്. ആറാമത്തേത് 2023 ജിയോ ബേബിയുടെ കാതൽ ദ കോറിൽ മാത്യു ദേവസി ഞെട്ടിച്ചു കളഞ്ഞു. കണ്ടതെല്ലാം വിസ്മയങ്ങളായിരുന്നു, എന്നാൽ കാണാത്തത് അതിവിസ്മയമാണ് എന്ന് ആരോ പറഞ്ഞിട്ടില്ലേ? അതുപോലെയാണ് പട്ടികപ്പെടുത്താത്ത കഥാപാത്രങ്ങളുടെ നിര. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇനി ദേശീയ പുരസ്കാരത്തിൻ്റെ കാര്യം നോക്കിയാലും സമാന സ്ഥിതിയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുക. ആദ്യ ദേശീയ പുരസ്കാരം 1989 മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ എന്നീ സിനിമകൾക്ക്. അതേ വർഷമാണ് കിരീടത്തിന് മോഹൻലാലിന് പ്രത്യേക ജൂറി പരാമർശവും കിട്ടുന്നത്. 89 മമ്മൂട്ടിയുടെ ചില ചിത്രങ്ങളുടെ പേര് ഞാൻ പറയാം. മൃഗയും മഹായാനവും നായർ സാബും അഥർവവും അടിക്കുറുപ്പും അടക്കം ഒരുപാടെണ്ണമുണ്ട്. അവിടെയാണ് ഈ 2 ചിത്രങ്ങൾക്ക് പുരസ്കാരം കിട്ടിയത്. അതായത് മൃഗയിലെ വാറുണ്ണി അടക്കം അവാർഡിന്, ദേശീയ അവാർഡിന് പരിഗണിച്ചു പോലുമില്ല, അല്ലാണ്ട് തന്നെ കിട്ടി. അത് കേരള സംസ്ഥാന പുരസ്കാരത്തിൻ്റെ പട്ടികയിൽ വാറുണ്ണിയുണ്ട്. അത് മറ്റൊരു തവണ മൃഗയെ എത്തിയിരുന്നെങ്കിലോ, വെറുതെ ഒന്ന് ആലോചിച്ച് പോയതാണ്. ഇനി രണ്ടാമത്തേത് 93 കിട്ടിയതാണ്, പൊന്തന്മാട വിധേയൻ. മൂന്നാമത്തേത് 98 ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജീവിതം. പിന്നെ മമ്മൂട്ടിയെ പരിഗണിച്ചതേയില്ല ഇന്ന് വരെ. ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ കടന്നുപോയി അക്കാലത്തിനിടയിൽ. ദേശീയ പുരസ്കാരത്തിൽ മമ്മൂട്ടി മികച്ച നടനായ 89 മോഹൻലാലിന് കിരീടത്തിന് പ്രത്യേക ജൂറി പരാമർശം കിട്ടിയത് പറഞ്ഞല്ലോ. പിന്നീട് 91 ഭരതത്തിനും 99 വാനപ്രസ്ഥത്തിനും മികച്ച നടനുള്ള പുരസ്കാരം കിട്ടി. മറ്റു പുരസ്കാരങ്ങളിലേക്കും മോഹൻലാൽ പരിഗണിക്കപ്പെട്ടു. കൊടുക്കാം ദാദാ സാഹിബ് ഫാൽക്കെ വരെ ലഭിച്ചു. മമ്മൂട്ടിയുടെ കാര്യത്തിൽ പിന്നീട് അസാധാരണമായ സമീപനം കാണാം. 98 BR അംബേദ്കറിന് പുരസ്കാരം ലഭിച്ചതിന് ശേഷം ഒരൊറ്റ അവാർഡിലേക്കും അടുപ്പിച്ചില്ല. ജബ്ബാർ പട്ടേലിൻ്റെ അംബേദ്കർ ദേശീയ തലത്തിൽ തന്നെ മനുവാദികൾക്കുണ്ടാക്കിയ പ്രകോപനം ചില്ലറയല്ല. അംബേദ്കറിന് ശേഷം മമ്മൂട്ടിയെ അകറ്റി നിർത്തിയത് പലരും ചോദ്യം ചെയ്തിട്ടുണ്ട്. മികച്ച കഥാപാത്രങ്ങൾ, എതിരില്ലാതെ മികവുകളൊക്കെ പ്രകടിപ്പിച്ചിട്ടും വാണിജ്യ സിനിമകളിലെ കെട്ടുകാഴ്ചക്കാരെ രാജ്യത്തിൻ്റെ അഭിനേതാക്കളായി പ്രതിഷ്ഠിക്കാൻ ഭരണകൂടം ആസൂത്രിത നീക്കങ്ങൾ നടത്തിയിരുന്നു. അപ്പോഴൊക്കെ മമ്മൂട്ടി മികച്ച കഥാപാത്രങ്ങളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ വർഷം വന്ന വാർത്ത മമ്മൂട്ടി കമ്പനി അവാർഡിനെ ചിത്രങ്ങൾ അയച്ചിരുന്നില്ല എന്നൊക്കെയാണ്. ഒടുവിൽ ഇപ്പോൾ ഭ്രമയുഗം അതിനെയൊക്കെ ഭേദിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു. അംബേദ്കറെ അവതരിപ്പിച്ച അതേ 98 മമ്മൂട്ടിക്ക് ഇനി പത്മശ്രീയും കിട്ടിയത്. എന്നാൽ പിന്നീട് ഒരൊറ്റ ദേശീയ പുരസ്കാരത്തിനും പരിഗണിക്കപ്പെട്ടില്ല എന്നതോടൊപ്പം മറ്റ് പത്മ അവാർഡുകൾക്കും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഒടുവിൽ 2026 മമ്മൂട്ടിക്ക് പത്മഭൂഷണം, ഭ്രമയുഗത്തിന് ഇതാ ദേശീയ പുരസ്കാരവും ലഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അവഗണനയുടെ ഏത് തോത് വെച്ചളന്നാലും അവിടെ മമ്മൂട്ടിക്കെതിരായ നീക്കങ്ങൾ പച്ചവെള്ളം പോലെ വായിക്കാനാകും. എന്നാൽ ഈ 2026 പുരസ്കാരം മറ്റൊരു പ്രത്യേകത കൂടി, ഒരു സമ്മർദ്ദ സാഹചര്യം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. 2024 ഭ്രമയുഗം എന്ന സിനിമ അവഗണിക്കാനാകാത്ത വിധം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതിൻ്റെ തുടർച്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ബോളിവുഡിലും ഓസ്കാർ വേദിയിലും വരെ ഭ്രമയുഗം ആദരിക്കപ്പെട്ടു, മമ്മൂട്ടി ചർച്ച ചെയ്യപ്പെട്ടു. സ്വാഭാവികമായും ഇന്ത്യയിലും വലിയ വിമർശനങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു, സർക്കാർ അനുകൂലികളിൽ നിന്നടക്കം. അതുകൊണ്ടാണ് കേരള സ്റ്റോറികളും വീര സവർക്കർ അവതാരങ്ങളും ബാഹുബലിമാരും ഒക്കെ അടക്കി വാഴുന്ന ദേശീയ പുരസ്കാര പട്ടികയിലേക്ക് മമ്മൂട്ടി ഒടുവിൽ പുരസ്കാരം പങ്കിട്ടുകൊണ്ടാണെങ്കിലും അനിവാര്യനായി കടന്നു വന്നത്. ജയരാജ് ജൂറി ചെയർമാനായി എന്ന യാദൃച്ഛികതയും കൂടി അവിടെ ഉണ്ട്. കഴിഞ്ഞ ഒരു ദശകത്തോളമായി ദേശീയ പുരസ്കാരത്തിൻ്റെ പ്രൗഢിക്കുണ്ടായ മങ്ങലിന് ഒരു തെളിച്ചം കൂടി കിട്ടും വിധമാണ് മമ്മൂട്ടിക്ക് ഈ നേട്ടമുണ്ടായിരിക്കുന്നത്. ചില അവാർഡുകൾ അങ്ങനെയാണ്, അത് ലഭിക്കുന്നയാളേക്കാൾ അവാർഡ് മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ ആ പുരസ്കാരത്തിൻ്റെ പ്രൗഢിയാണ് ഉയർത്തപ്പെടുക. ഇവിടെയും അത് സംഭവിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു കഥ കൂടി പറയാം. 1980 ജയനെ നായകനാക്കി ചിത്രീകരണം തുടങ്ങിയ സിനിമയാണ് സ്ഫോടനം. ജയൻ്റെ ശബ്ദത്തെ പാടിപ്പുകഴ്ത്തിയ കാലവുമാണത്. എന്നാൽ 1980 നവംബർ 16 ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരിച്ചു. നിരവധി സിനിമകൾ പാതി വഴിയിലാകുമെന്ന് വന്നതോടെ കാസ്റ്റിങ്ങുകൾ മാറ്റി നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെയാണ് സ്ഫോടനം ചില മാറ്റങ്ങളോടെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് എത്തുന്നത്. ചിത്രീകരണം കഴിഞ്ഞ് ഡബ്ബിങ്ങിനെത്തി. 2-3 ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടും അതുവരെ സ്വന്തം ശബ്ദം നൽകാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. തൻ്റെ ശബ്ദത്തെക്കുറിച്ച് നല്ല ആത്മവിശ്വാസം മമ്മൂട്ടിക്കുണ്ടായിരുന്നു എങ്കിലും ആളുകൾ, സിനിമയുടെ സംവിധായകർ അത് പരിഗണിച്ചില്ല. നിങ്ങൾക്കറിയാമായിരിക്കും, ചില സിനിമകൾ ശ്രീനിവാസൻ, ചില സിനിമകൾ കുളത്തൂപ്പുഴ രവി എന്ന പേരിൽ സംഗീത സംവിധായകൻ രവീന്ദ്രനൊക്കെയാണ് അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തിരുന്നതായി കേട്ടിട്ടുള്ളത്. ഇത്തവണയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ഡബ്ബിങ്ങിന് ഞാൻ തന്നെ ശബ്ദം നൽകും എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് രംഗത്തിറങ്ങി. ഷീലയുടെ സഹോദരനായാണ് സ്ഫോടനത്തിൽ അഭിനയിച്ചത്. ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ സംവിധായകൻ PG വിശ്വംഭരൻ, തിരക്കഥാകൃത്ത് ആലപ്പി ഷെറീഫ് തുടങ്ങി നീണ്ട നിര. അഭിനയിച്ചപ്പോഴുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഡബ്ബിംഗ് സ്റ്റുഡിയോയിലും ഉണ്ടായി. ഒറ്റ ടേക്ക് പോലും ശരിയാവുന്നില്ല. ഇടയ്ക്ക് ഷെരീഫ് മമ്മൂട്ടിക്ക് അരികിലേക്ക് വന്ന് പറഞ്ഞു, ഡബ്ബിംഗ് ശരിയായില്ലെങ്കിൽ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അന്ന് രവികുമാറാണ് അങ്ങനെ അഭിനയിച്ചൊരു നടൻ. രവികുമാറിന് പക്ഷേ മലയാളം അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ താൻ അങ്ങനെയല്ലല്ലോ, താനും രവികുമാറിനെ പോലെ ആകുമോ എന്ന ഭയം മമ്മൂട്ടിയെ പിടികൂടി. നിരാശയോടെ നിൽക്കുമ്പോൾ PG വിശ്വംഭരൻ പറഞ്ഞു, സാരമില്ല മമ്മൂട്ടി, ഷീല ഡബ്ബ് ചെയ്ത് പോട്ടെ, നമുക്ക് പിന്നെ നോക്കാം. പക്ഷെ മമ്മൂട്ടിയെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കണ്ട എന്ന് അവർ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. എന്നാലും പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് സഹസംവിധായകൻ ശ്രീകുമാർ സ്വകാര്യമായി വന്ന് പറഞ്ഞത്, ആശാൻ ഈ പടത്തിൽ ഡബ്ബ് ചെയ്യില്ല,
കടുത്ത നിരാശയായി. അപ്പോഴാണ് അന്നത്തെ പ്രമുഖനായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഹരിപ്പാട് സോമൻ വരുന്നത്. മമ്മൂട്ടി വിചാരിച്ചു ഇത് അതിനെന്നെ. എന്നാൽ അദ്ദേഹം മമ്മൂട്ടിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, വിട്ടുകൊടുക്കരുത് മമ്മൂട്ടി, നിങ്ങൾ തന്നെ ഡബ്ബ് ചെയ്യണം, ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഡബ്ബ് ചെയ്തില്ല എങ്കിലും സാരമില്ലടോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയേണ്ടയാളാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം ഡബ്ബിങ്ങിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് മമ്മൂട്ടിയോട് പറഞ്ഞത്. ഇടയ്ക്ക് കൊച്ചിൻ ഹനീഫ വന്നു. ഓരോരുത്തരും വന്ന് മമ്മൂട്ടിയെ പ്രചോദിപ്പിച്ചു പോകുന്നു എന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. മമ്മൂട്ടിയെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കുന്നില്ല. ഒടുവിൽ സ്ഫോടനത്തിൽ ഡബ്ബ് ചെയ്യണമെന്ന് തീരുമാനിച്ചു വന്ന മമ്മൂട്ടിക്ക് തിരസ്കൃതനായി മടങ്ങേണ്ടി വന്നു. ആ സിനിമയിൽ പിന്നീട് തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ അന്തിക്കാട് മണിയാണ് മമ്മൂട്ടിക്ക് ശബ്ദം കൊടുത്തത്. നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാൽ ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും. നിരാശയിൽ അങ്ങനെ ആണ്ട് അവസാനിക്കേണ്ടതായിരുന്നു മമ്മൂട്ടി. എന്നാൽ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആദ്യകാല ചിത്രങ്ങളിൽ രതീഷ്, ശ്രീനിവാസൻ തുടങ്ങിയ ചിലരായിരുന്നു മമ്മൂട്ടിക്ക് ശബ്ദം നൽകിയ മറ്റിൽ ചിലർ. ഈ സമയത്ത് അഹിംസ മുതൽ തൃഷ്ണ വരെയുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. അതിനിടെയാണ് മനോരമ ആഴ്ചപ്പതിപ്പിൽ വന്ന ഊതിക്കാച്ചിയ പൊന്ന് എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരത്തിൽ മമ്മൂട്ടിയെ ക്ഷണിക്കുന്നത്. PK ജോസഫ് എന്ന സംവിധായകൻ. അദ്ദേഹം അന്ന് പറഞ്ഞു, അണ്ണൻ്റെ ശബ്ദം കല്ലനാണ്, അണ്ണൻ്റെ ഏറ്റവും വലിയ അസറ്റ് അതാണ്. മമ്മൂട്ടിയുടെ ശബ്ദത്തിന് സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ അഭിനന്ദനം. എല്ലാവരും മോശമെന്ന് പറയാണല്ലോ. പിന്നീട് ഇന്ന് വരെ നമ്മളെ പ്രചോദിപ്പിച്ച ശബ്ദമായി എത്രയെത്ര സിനിമകളിൽ. ആദ്യം മേളയിലാണത്രേ മമ്മൂട്ടി ഡബ്ബ് ചെയ്ത് തുടങ്ങുന്നത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അമിതാഭ് ബച്ചൻ വരെ പുകഴ്ത്തിയ ശബ്ദമായി അത് മാറി. പണിക്കാർ ഉപേക്ഷിച്ച കഥ, മൂലക്കല്ലായ കഥ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ആ മൂലക്കല്ലുകളിൽ ഒന്നായി മമ്മൂട്ടി. നിരാശയുടെ പടുകുഴിയിൽ വീഴുമ്പോൾ നമുക്ക് പ്രചോദനമാകുന്ന ഒരു വലിയ വൻമരം. ചമയങ്ങളില്ലാതെ എന്ന ആത്മകഥയിൽ ഈ അനുഭവം മമ്മൂട്ടി എഴുതിയിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഓർമ്മിച്ച് നിങ്ങളോട് പറഞ്ഞത്. തിരസ്കാരം എന്നൊരു പുസ്തകം തന്നെ KP അപ്പൻ എഴുതിയിട്ടുണ്ട്. നിരാശയുടെ പടുകുഴികളിലേക്കുള്ള വഴികളല്ല തിരസ്കാരങ്ങൾ, അതൊരു ചവിട്ടുപടിയാണ് എന്ന് തിരിച്ചറിയുക. ഓരോ തിരസ്കാരങ്ങളും പുതിയൊരു ഉദയത്തിനായുള്ള മരുന്നാക്കി മാറ്റുക. അതാണ് ഇപ്പോൾ ഭ്രമയുഗത്തിൽ മമ്മൂട്ടിക്ക് ഈ അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട വഴി. അവസരം തേടി MTയുടെ മുന്നിൽ പോലും തലയുയർത്തി നിന്ന് അവസരം ചോദിച്ച PI മുഹമ്മദ് കുട്ടിയിൽ നിന്ന് ഇന്ന് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ആ അഭിനയ ജീവിതം. മമ്മൂട്ടിയുടെ മുഖം കാണുമ്പോൾ, ശബ്ദം കേൾക്കുമ്പോൾ അതൊരു പ്രചോദിത അനുഭവത്തിൻ്റെ ഹിമാലയമായി നമ്മുടെ മനസ്സിൽ വരും. നന്ദി, നമസ്കാരം.